കേരളത്തിൽ ഇതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും കേരളത്തിൽ 45 ബാങ്കുകളാണ്. ആ 45 ബാങ്കുകളിൽ ഇന്ന് 5 ബാങ്കുകളാണ് 50,000 കോടി രൂപയ്ക്ക് മുകളിൽ വായ്പ കൊടുത്തിരിക്കുന്നത്. അതിലൊന്ന് സഹകരണ മേഖലയിലെ കേരള ബാങ്കാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള 2 ബാങ്കുകൾക്ക് ആ സ്ഥാനമാണ്. ഇപ്പോൾ കേരളത്തിൽ 50,000 കോടിക്ക് മുകളിൽ വായ്പ കൊടുത്തിട്ടുള്ള 5 ബാങ്കുകൾ, ഒന്ന് SBI ആണ്, 2 കേരള ബാങ്കാണ്, 3 കാനറ ബാങ്കാണ്, 4 ഫെഡറൽ ബാങ്കാണ്, 5 HDFC ആണ്. ഈ 5 ബാങ്കുകൾക്കാണ് 50,000-ന് മുകളിൽ ഇപ്പോൾ വായ്പ കൊടുക്കാൻ കഴിഞ്ഞുള്ളത്. കേരള ബാങ്കിന്റെ 50,600 കോടി രൂപയായിരിക്കും. അപ്പോൾ നബാർഡിന്റെ ഈ പട്ടികയിലേക്ക് വേണ്ടി വളർന്നു വന്നിരിക്കുന്നു കേരള ബാങ്ക്. അത്തരത്തിൽ സഹകരണ മേഖല ഇന്ത്യയിൽ പൊതുവെടുക്കുമ്പോൾ സംസ്ഥാനത്തെ ഒന്നാമത്തെ സംസ്ഥാന സഹകരണ ബാങ്കായി കേരള ബാങ്കിന് വളരാൻ കഴിഞ്ഞിരിക്കുന്നു. 823 സ്റ്റാഫുകളുമായി അത് മുന്നോട്ട് വരുമ്പോൾ ന്യൂജൻ ബാങ്കിനോടൊപ്പം കമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ രംഗത്ത് സംഘടിപ്പിച്ചു വരുന്നത്. പാർട്ടി DSും നെറ്റും IMUPSും അതേപോലെ മൊബൈൽ ബാങ്കിങ്ങും ഇന്റർനെറ്റ് ബാങ്കിങ്ങും ATMും ഗൂഗിൾ പേയും എല്ലാം നടത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ ഇന്നിപ്പോൾ ഈ മേഖലയ്ക്ക് സ്വന്തമായിരിക്കും. പുതിയതായി ഈ മേഖലയിൽ വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. ആ രൂപത്തിൽ ഇന്ന് ബാങ്കിങ് മേഖല ഏറ്റവും വലിയ പുരോഗതി പ്രാപിക്കുമ്പോൾ അതിലേറ്റവും അഭിമാനകരമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സഹകരണ മേഖല അതിന്റെ CD റേഷ്യോ 75.76. മറ്റ് കൊമേഴ്സ്യൽ ബാങ്കും കൺസ്ട്രക്ഷൻ ബാങ്കും എല്ലാം എടുക്കുമ്പോൾ എല്ലാവരും ഈ നിലവാരത്തിലേക്ക് ഉയരുന്നു. ഉത്തരപൂർവ്വ ഭാരതത്തിലെ ഓപ്പൺമാനായ കോർപ്പറേറ്റുകൾക്ക് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന രൂപത്തിൽ എഴുതിത്തള്ളുന്നതെല്ലാം ഈട് കൊടുക്കാൻ ഗവൺമെന്റ് വരുന്നതിന്റെ ഭാഗം 2 ദിവസം ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പ്രഖ്യാപനത്തിൽ വന്നു. എത്ര ലക്ഷം കോടിയാണ് അത്തരത്തിൽ കോർപ്പറേറ്റുകൾ റൈറ്റ് ഓഫ് ചെയ്തപ്പോൾ വലിയ രൂപത്തിൽ ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യാൻ അവസരം കൊടുക്കുന്നു. ഇതിന്റെ ഈട് കൊടുക്കുന്നു ബഡ്ജറ്റ്. അതേസമയത്ത് കോർപ്പറേറ്റ് സെക്ടറിൽ വരുന്ന ഈ മുഴുവൻ നിക്ഷേപങ്ങളും ഈ നാടിന്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായ പുരോഗതി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷമായ സാഹചര്യം. ഇതിൽ 1 രൂപ പോലും ഉത്തരപൂർവ്വ ഭാരതത്തിലെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നത് ഇവിടെയുള്ളതെല്ലാം ഇവിടെ തന്നെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ വിവിധ തരത്തിലുള്ള സാമൂഹ്യ വികാസ പ്രക്രിയയിൽ ചാലകശക്തിയായി നമ്മുടെ സഹകരണ മേഖല നിലകൊണ്ട് മുന്നോട്ട് വരുന്നു എന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പശ്ചാത്തലത്തിലാണ് ഇതിന്റെ ശതാബ്ദി ആഘോഷം നടക്കുന്നത്. ഇതിനു പുറമെ ഇപ്പോൾ വൺ ടൈം സെറ്റിൽമെന്റാണ്. ആ വൺ ടൈം സെറ്റിൽമെന്റ് പീരീഡിൽ പൂർണ്ണമായി ഈ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയും 50% പലിശ വേവ് ചെയ്ത് കൊടുക്കാനും ഓരോ സംഘത്തിനും അധികാരം കൊടുത്തുകൊണ്ടുള്ള രജിസ്ട്രാറുടെ ഉത്തരവ് ഗവൺമെന്റ് നയം പ്രഖ്യാപിച്ചിട്ടുള്ളത് മാർച്ച് 31 വരെ തുടരുകയാണ്. 3 മാസക്കാലം ആ തരത്തിലുള്ള വൺ ടൈം സെറ്റിൽമെന്റ് നടപ്പാക്കുകയാണ്. അത് ഏറെ പ്രയോജനകരമാണ്. അതോടൊപ്പം തന്നെ ഈ രംഗത്ത് നിർവഹിക്കാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള ആശ്വാസ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അത് റിസ്ക് ഫണ്ടായിരുന്നാലും ശരി, അതേപോലെ മെമ്പർ റിലീഫ് ഫണ്ടായിരുന്നാലും ശരി, സഹകരണ മേഖലയിലും മെമ്പർക്ക് വലിയ രൂപത്തിലുള്ള ആപത്ത് വരുമ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തു വരുന്ന സഹായങ്ങളുണ്ട്. റിസ്ക് ഫണ്ടുകളുണ്ട്. മരണമടയുന്ന ഒരാൾക്ക് 3 ലക്ഷം രൂപ വരെ കൊടുക്കുന്നു. ഇത്തരം സഹായങ്ങളും ആശ്വാസ നടപടികളും എല്ലാം സഹകരണ മേഖലയിൽ മാത്രമാണ്. മറ്റൊരു മേഖലയിൽ ഇത്തരത്തിൽ ബാങ്കിങ് രംഗത്തുള്ള ആശ്വാസവും സഹായവും ലഭ്യമാകുന്നില്ല എന്ന് നാം തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള വലിയ രൂപത്തിലുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ അധ്യാപക അർബൻ ബാങ്ക് അതിന്റെ ശതാബ്ദി ആഘോഷത്തിലേക്ക് കടന്നു വരികയാണ്. നിശ്ചയമായും ബാങ്കിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ വൈവിധ്യങ്ങളായ ക്ഷേമ പദ്ധതികളും സഹകാരികൾക്ക് വേണ്ടിയുള്ള സാന്ത്വന പദ്ധതികളുമെല്ലാം നടപ്പാക്കിക്കൊണ്ട് ഇതിന്റെ ശതാബ്ദി ആഘോഷം ഏറെ അർത്ഥപൂർണമായി മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒപ്പം ഇവിടെ ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകമായ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ശ്രീ PU തോമസ്, നമ്മുടെ തോമസിയാറിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ശതാബ്ദി ആഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. കോട്ടയം MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിന് സ്വാഗതം ആശംസിക്കുന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. സമൂഹത്തിന്റെ മുഴുവൻ തലങ്ങളിലും മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു. ജനങ്ങളുടെ ആവലാതികൾ കേട്ട് പരിഹരിക്കാൻ സമയം കണ്ടെത്തി
രേഖപ്പെടുത്തിയ ഓരോ വ്യക്തിയുടെയും വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയസ്പർശിയായ ഒരു വ്യക്തിത്വമായിരുന്നു കോട്ടയംകാരുടെ അഭിമാനമായ ഉമ്മൻചാണ്ടി. നമ്മോടൊപ്പം ഇല്ലെങ്കിലും ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഒരു സ്നേഹസ്വരൂപമായി സദാ നിലകൊള്ളും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹി. ബാങ്കിന്റെ വളർച്ചയിൽ താങ്ങും തണലുമായിരുന്ന അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ആരംഭിക്കുന്ന ഉമ്മൻചാണ്ടി കർമ്മശ്രേഷ്ഠ പുരസ്കാരം ആർപ്പൂക്കര നവജീവൻ ട്രസ്റ്റിന്റെ ട്രസ്റ്റിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ PU തോമസ് സാറിനാണ് സമ്മാനിക്കുന്നത്. മനുഷ്യ നന്മയുടെ പ്രതീകവും സ്നേഹത്തിന്റെയും കരുണയുടെയും മൂർത്തിമദ്ഭാവവുമായ തോമസ് സാറാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ പുരസ്കാരത്തിന് ഏറ്റവും അർഹൻ. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവൻ സാറിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ ശ്രീ PU തോമസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെയും പൊന്നാടി അണിയിക്കുവാൻ ശ്രീ ചാണ്ടി ഉമ്മൻ MLA-യെയും ക്ഷണിക്കുന്നു. കർമ്മശ്രേഷ്ഠ പുരസ്കാരം 50,000 രൂപയും പ്രശംസാ ഫലകവുമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ശ്രീ PU തോമസ് സാർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ബാങ്കിന്റെ സ്നേഹോപകാരം ശ്രീ വാസവൻ സാറിന് സമ്മാനിക്കുവാൻ ബാങ്ക് ചെയർമാൻ ശ്രീ KA എബ്രഹാം സാറിനെ ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. ബാങ്കിന്റെ സ്നേഹോപകാരം ശ്രീ ചാണ്ടി ഉമ്മൻ MLA-ക്ക് സമ്മാനിക്കുവാൻ ബാങ്ക് മുൻ ചെയർമാൻ ശ്രീ രാജു കുഴുവേലിൽ സാറിനെ ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിനായി ചാണ്ടി ഉമ്മൻ MLA-യെ ക്ഷണിക്കുന്നു. പുതുപ്പള്ളി അധ്യാപക അർബൻ സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തിരിതെളിയുകയാണ്. 1924 പുതുപ്പള്ളിയിലെ 17 അധ്യാപകരും ഒരു അഞ്ചൽ മാസ്റ്ററും ചേർന്ന് സമാരംഭിച്ച പരസ്പര സഹായ സംഘം ഇന്ന് 100 ആണ്ടുകൾ പിന്നിടുന്നു. 18 അംഗങ്ങളിൽ നിന്ന് ഏകദേശം 8,000 അംഗങ്ങളിലേക്കും 12 രൂപ ഓഹരി മൂലധനത്തിൽ നിന്ന് 2.5 ലക്ഷം ഓഹരി മൂലധനത്തിലേക്കും ബാങ്ക് വളർച്ച നേടി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകൾ ഇന്ന് നിർവഹിച്ചു. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുതുപ്പള്ളി അധ്യാപക അർബൻ സഹകരണ അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇതിനെ കാണുന്നത്. നമ്മുടെ ബഹുമാനായ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ നമ്മോടൊപ്പം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോൾ ഇതിനൊരു സ്പിരിറ്റെന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയായിട്ട് ഞങ്ങൾ എല്ലാവരും തൊട്ടുള്ളതും ആ ഒരു ബഹുമാനത്തിന് കൂടിയാണ് എല്ലാവരും ദീർഘകാലമായി കാലസമിതിയിലുള്ള നേതാക്കന്മാർ ഇരിക്കേണ്ടവരെയാണ്. ചില ആളുകൾ ഞങ്ങളോടൊപ്പം പഠിച്ചവരാണ്, ചില ആളുകൾ ഞങ്ങളുടെ ബന്ധനയിൽ പോയവരാണ്, ചില ആളുകൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. എല്ലാ അർത്ഥത്തിലും പറഞ്ഞാൽ വളരെ കൂടുതൽ കൃത്യമായ അന്തരീക്ഷമുള്ള ഒരു സഹകരണമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം വളരെ വളരെ ഗുണകരമാണ്. നമുക്ക്
നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുള്ള നിരവധി മുൻകാല നേതാക്കന്മാരുണ്ട്. ഞാൻ അവരെ എല്ലാം ആദരവോടുകൂടി ഉൾക്കൊള്ളുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് ഈ ബാങ്കിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളുടെ വ്യക്തികളാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നതിനിടയിൽ ഒരു യോഗത്തിൻ്റെ ഏറെക്കുറെ സമാപനത്തിനോടെത്തുമ്പോൾ നമ്മുടെ വിശിഷ്ടാതിഥികളും സംഭവിച്ചതുമായി നിരവധി ആളുകൾ ഇനിയും സംസാരിക്കാനും ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കൂടുതൽ സമയം എടുക്കുന്നത് ശരിയല്ല. ഇവിടെ ആദരവ് അർപ്പിക്കേണ്ട ആളുകളുടെ ലിസ്റ്റിനെ കുറിച്ചുള്ള പറയാം. കൃത്യം പറഞ്ഞാൽ ഈ ബാങ്ക് സ്വന്തം ജീവിതം പോലെ കൊണ്ടു നടന്നിട്ടുള്ള ആളുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സമർപ്പിതമായി നിന്നിട്ടുള്ള ആളുകൾ. ഞാൻ അവരെ എല്ലാവരെയും ആദരിക്കുകയാണ്. അവരുടെ എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ ആശംസകൾ നേരുകയാണ്. കൂട്ടത്തിൽ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട പി വി തോമസ് ചേട്ടനെ കുറിച്ച് ഒരു വാക്ക് പറയുകയാണ്. നിങ്ങളെ ഫലകം കൊടുത്ത് അദ്ദേഹത്തിനുള്ള റിവാർഡ് കൊടുത്ത് അദ്ദേഹത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ ആദരവോടുകൂടി തന്നെ പറയുന്നത് ഒരു സഹജീവികൾക്ക് വേണ്ടിയാണ് എന്നുള്ളതിനെ അത് മാറ്റിവെക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് തോമസ് ചേട്ടൻ. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ ഈ സമൂഹം വളരെ കൂടുതൽ അംഗീകരിക്കുന്നതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 5000-ഓളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഒരു അസംതൃപ്തിയും ഇല്ലാതെ തന്നെ അത് കാത്തു സൂക്ഷിക്കാനും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധർമ്മസ്ഥാപനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സദനത്തിൽ ഒരു സ്ഥലത്ത് എല്ലാ വിധത്തിലുള്ള സംരക്ഷണം നമ്മുടെ വാർദ്ധക്യ സഹിതമായ അസുഖത്തിൽ നിൽക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഒത്തിരി പൊതുപ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തോമസ് ചേട്ടനെ പോലെ ഈ സമർപ്പിത ജീവിതമുള്ള ആളുകൾ വളരെ ചുരുക്കമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അനുമോദിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കിലിരിക്കുന്നു. നമസ്കാരം. സ്കൂൾ തോന്നിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു. ബാങ്കിനോടൊപ്പം സാറിന് ശതപൂർണ്ണമയുടെ നിലവിലാണ്. എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേർന്നുകൊണ്ട് അവാർഡ് സ്വീകരിക്കുന്നതിനായി സാറിനെ ക്ഷണിക്കുന്നു. ശ്രീമതി ശോശാമ്മ ഇ ജോൺ, ശ്രീമതി ശോശാമ്മ ഇ ജോൺ ക്ഷണിക്കുന്നു. ശ്രീ പി എം മാത്യു, 94-96 കാലഘട്ടത്തിൽ ബാങ്കിന്റെ സാരഥിയായി പ്രവർത്തിച്ച ശ്രീ മാത്യു സർ മാങ്ങാനം LP സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി സുദീർഘമായ സേവനം കാഴ്ചവെച്ച വ്യക്തിയാണ്. സമഗ്രതയും ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ച് ബാങ്കിന്റെ ഉയർച്ചയിലേക്ക് നയിച്ച മാത്യു സാറിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ പി ജി രവീന്ദ്രൻ, 96-97 കാലയളവിൽ തന്റെ ശക്തമായ നേതൃത്വത്തിലൂടെ ബാങ്കിന്റെ ഉയർച്ചയിലേക്ക് നയിച്ച രവീന്ദ്രൻ സാർ വീണ്ടും ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപകനായാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. കർമ്മോത്സവമായി തുടരാനുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആദരവ് സ്വീകരിക്കുന്നതിനായി രവീന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ രാജു കുരുവേലി സർ, ചില പേരുകൾ ചരിത്രത്തിന്റെ ഏടുകളിൽ ഇടം പിടിക്കുന്നു. 1998 മുതൽ 2024 വരെ 26 വർഷം ബാങ്കിനെ നയിച്ച രാജു സാറിന്റെ പേര് ഈ ബാങ്കിന്റെ ചരിത്രത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരേതാണ്. ബാങ്കിനെ പറ്റിയുള്ള അറിവും വീക്ഷണവുമുള്ള നേതൃത്വവും മാറ്റങ്ങളെ ഉൾക്കൊണ്ട് നവീകരണത്തെ നയിക്കാനുള്ള സന്നദ്ധതയും മേൽനോട്ട വൈദഗ്ധ്യവും എല്ലാം രാജു സാറിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യങ്ങളാണ്. കോട്ടയം ഡിസ്ട്രിക്ട് ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനത്തിൽ നിന്നും വിരമിച്ചു. അത്യധികം ആദരവോടെ മെമ്മന്റോ ഏറ്റുവാങ്ങുന്നതിനായി രാജു സാറിനെ ക്ഷണിക്കുന്നു.
ഏറ്റുവാങ്ങുന്ന മുൻ വൈസ് പ്രസിഡന്റുമാരാണ് ശ്രീമതി ഏലിയാമ്മ എബ്രഹാം, ശ്രീ ബാബുക്കുട്ടി കുന്നൂസ്, ബാബുക്കുട്ടി കുന്നൂസ് ബാങ്കിന്റെ ഉയർച്ചയിൽ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച വൈസ് പ്രസിഡന്റുമാരോടുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. മുൻ ഡയറക്ടർമാരായി ബാങ്കിന്റെ ഉയർച്ചയിൽ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ചവരെ നമുക്ക് ആദരിക്കാം. ശ്രീമതി പി.എ. പൊന്നമ്മ, ശ്രീമതി പി.എ. പൊന്നമ്മ, ശ്രീ സാബു കെ എബ്രഹാം, ശ്രീ എ.ബി. ജേക്കബ്, ശ്രീ തോമസ് എബ്രഹാം, ശ്രീമതി വിജി സൂസൻ മാത്യു, ശ്രീമതി മായ എസ് നായർ, ശ്രീമതി രാധാമണി സി.ടി, ശ്രീമതി മറിയാമ്മ ഉമ്മൻ, ശ്രീമതി ജയലക്ഷ്മി പി.എസ്, ശ്രീ ജേക്കബ് ചെറിയാൻ, ശ്രീ ഗോപകുമാർ കെ.ആർ, ശ്രീ കെ.വി. ജോർജ്, ശ്രീ രാജു മാത്യു, ശ്രീ രഞ്ജു കെ മാത്യു, ശ്രീമതി ശ്രീല രവീന്ദ്രൻ, ശ്രീ പി.വി. ചെറിയാൻ, അതെ ആ ആ ആ ആ ആ എന്നാ പഠിച്ചത്? ആ എന്നായിരുന്നു നമ്മൾ പഠിച്ചത്? അല്ല വേറെ എന്തെങ്കിലും ട്രേഡായിട്ട് വേറെ എന്തെങ്കിലും പഠിച്ചായിരുന്നോ? ആ ആ
കടയൊക്കെയുണ്ട്, ബേക്കറി, അങ്ങനെയുള്ള ഗവർമെൻ്റൊക്കെ കുഴപ്പമില്ലല്ലോ. Dr. Shri Susan Kuriakos, Sri C.M. Matthew, Sri K.C. Kuriakos, Sri Rajan George Panikar. എനിക്ക് പിന്നെ വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടേക്കാം, ഞാൻ ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം. Srimati Mariama A.K., Sri Andreas M.C., മുൻ സെക്രട്ടറിമാർ, ജനറൽ മാനേജർമാർ എന്നിവരെ ബാങ്കിന്റെ അടുത്ത ഉറപ്പോടെ നിലനിർത്തിയ ആൾക്കാരെ നമുക്ക് ഈ അവസരത്തിൽ അനുമോദിക്കാം. മുൻ സെക്രട്ടറിമാർ ആയിട്ടുള്ള ശ്രീ കെ Rajan George Panikar, Srimati Mariama A.K., Sri Andreas M.C. മുൻ സെക്രട്ടറിമാർ, ജനറൽ മാനേജർമാർ എന്നിവർ ബാങ്കിന്റെ അടുത്തറിൽ ഉറപ്പോടെ നിലനിർത്തി അവരുടേതായ സംഭാവനകൾ കൊണ്ട് ബാങ്കിന്റെ ഉയർച്ചയിലേക്ക് നയിച്ചവരാണ്. അവരെ ആദരിക്കാനും ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. ശ്രീ കെ പി വർഗീസ്, ശ്രീമതി ആനി കുരുവിള, ശ്രീ കെ എ എബ്രഹാം, ശ്രീമതി റീജൽ എബ്രഹാം. Srimati Ani Kurula, Sri K. Abraham, Srimati Rachel Abraham. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ജോസ് ടി മോസസിനെ ക്ഷണിക്കുന്നു.
ബാങ്കിനായി സമയം മാറ്റിവെച്ച ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരിലേക്ക് ബാങ്കിന്റെ സ്നേഹോപകാരം. അടുത്തതായി ആദരിക്കുന്ന ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ശ്രീല രവീന്ദ്രനെയാണ്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഗേൾസ് ഹൈസ്കൂളിലെ ഹെഡ്മിസ്ട്രസായി സേവനം ചെയ്ത ടീച്ചർ മുൻ ബോർഡ് ഡയറക്ടറും കവയിത്രിയുമാണ്. ശ്രീല ടീച്ചർക്ക് വീടുകൾ ഉറങ്ങുന്ന വഴികൾ എന്ന പുസ്തകമാണ് ഇന്ന് വിശിഷ്ടാതിഥികൾക്ക് സമ്മാനം. ശതാബ്ദി ആഘോഷത്തിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുന്ന പുതിയൊരു എൻഡോമെന്റ് ആണ് ആർദ്രം എൻഡോമെന്റ്. ആർദ്രതയോടെ സഹാനുഭൂതിയോടെ സേവനം ചെയ്യുന്ന രണ്ടുപേരാണ് ഇത്തവണ ഈ അവാർഡിന് അർഹരായിരിക്കുന്നത്. ലീഡർ കെ കരുണാകരൻ പ്രസാദ്, ശ്രീ സാബു പുതുപ്പള്ളിയും പുതുപ്പള്ളി ചാരിറ്റബിൾ ക്ലബ് സെക്രട്ടറി സി എൻ രാധാകൃഷ്ണനും. സുദീർഘ സേവനത്തിനായി അവാർഡ് നൽകി ആദരിക്കുവാനും ആശംസ അറിയിക്കുവാനുമായി മുൻ മന്ത്രി ശ്രീ കെ സി ജോസഫ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. തൃശ്ശൂരിലുള്ള സാമ്പത്തികത്തിൽ അടുത്ത നൽകിയ അധ്യാപക സഹകരണ ബാങ്ക് 3 കൊല്ലം പൂർത്തിയാക്കുന്നത് വളരെയേറെ അഭിമാനകരമാണ്. പോലെയല്ല, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ എല്ലാം ബന്ധിപ്പിച്ചു. പുതുപ്പള്ളി ചാരിറ്റബിൾ ക്ലബിന്റെ കമ്മിറ്റി അംഗം ശ്രീ ബാലമുരളി സാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കമ്മിറ്റി അംഗം ശ്രീ ബാലമുരളി, ക്ലബ് സെക്രട്ടറി സി എൻ രാധാകൃഷ്ണൻ, ഹെൽത്ത് സിറ്റുവേഷൻ നല്ലതല്ലാതെ ആശുപത്രിയിലാവുന്ന ക്ലബിനെ പ്രതിനിധീകരിച്ച് കമ്മിറ്റി അംഗം ശ്രീ ബാലമുരളി പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. മന്ത്രി ശ്രീ കെ സി ജോസഫ് സാറിനുള്ള സ്നേഹോപകാരം സമർപ്പിക്കുന്നതിനായി ബാങ്ക് ചെയർമാൻ ശ്രീ കെ എബ്രഹാം സാറിനെ ക്ഷണിക്കുന്നു. ദീർഘമായ 100 വർഷങ്ങളിലേക്ക് സമിതിയുടെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ലളിതമായ നമസ്കാരം. നമ്മുടെ ഈ അർബൻ ബാങ്കിന്റെ 100ാം ശതാബ്ദി ദിനാഘോഷമാണ്. ഞാൻ ആദ്യം തന്നെ ആ ശതാബ്ദി ദിനാഘോഷത്തിന് എല്ലാവിധ ആശംസയും നേരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ബാങ്കിനെ പറ്റി പറയുമ്പോൾ. നമുക്കറിയാം, സാധാരണക്കാർ കൂടുതൽ രീതിയിലുള്ള, അതായത് ജനങ്ങളെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ബാങ്കിന്റെ. വിദ്യാഭ്യാസ ലോണാണെങ്കിലും അതിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയട്ടെ ഈ ശതാബ്ദി ദിനം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ബാങ്കിന്റെ നമുക്ക് ഏതൊരു ദശകങ്ങളിൽ തുച്ഛമായ ശമ്പളവും ജീവിത ക്ലേശങ്ങളാലും ഭാരപ്പെട്ട് ഉയരുന്നവരായിരുന്നു നമ്മുടെ അധ്യാപക സമൂഹം. ഈ പശ്ചാത്തലത്തിലാണ് സഹകരണം എന്ന ആശയം പുതുപ്പള്ളിയിലെ ഏതാനും അധ്യാപകരിൽ രൂപം കൊണ്ടത്. VM സ്കൂൾ പുതുപ്പള്ളി, VM ഗേൾസ് സ്കൂൾ പുതുപ്പള്ളി, ഇരുവനല്ലൂർ DP സ്കൂൾ, തോട്ടക്കാട് DM സ്കൂൾ, പുതുപ്പള്ളി സെന്റ് ജോർജ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ 17 അധ്യാപകരും പുതുപ്പള്ളിയിലെ 5 മാസ്റ്ററും ഉൾപ്പെടെ 18 പേർ ചേർന്ന് 12 രൂപ ഓഹരി മൂലധനത്തോടുകൂടി 1924 ഒക്ടോബർ 21-ാം തീയതി ആരംഭിച്ച പ്രസ്ഥാനമാണ് പരസ്പര സഹായ സഹകരണ സംഘം. ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിലെ അധ്യാപകനായിരുന്ന തോണിപ്പുരയ്ക്കൽ TC ഉമ്മൻ പ്രസിഡന്റായും VM സ്കൂൾ അധ്യാപകനായിരുന്ന നല്ലൂക്കുന്നേൽ ശ്രീ NR നാരായണപിള്ള സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്ന 7-അംഗ ഭരണസമിതിയാണ് പ്രാരംഭ പ്രവർത്തകർ. ഓഫീസ് മുറിയോ ജോലിക്കാരോ ഇല്ലാതെ പ്രവർത്തിച്ച ഈ കാലഘട്ടത്തിൽ സെന്റ് ജോർജ് ഇംഗ്ലീഷ് സ്കൂൾ, VM സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു കമ്മിറ്റിയും ഉദ്യോഗവും നടത്തിയിരുന്നത്. ആ കാലഘട്ടത്തിൽ ആദ്യം 25 രൂപയും പിന്നീട് 60, 150, 250 എന്നീ ക്രമത്തിൽ വായ്പ പരിധി ഉയർത്തുകയും
ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ സാധനങ്ങൾ ശേഖരിച്ച് അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് അധ്യാപക സഹകരണ സംഘത്തിന് സാധിച്ചു എന്നത് വളർച്ചയുടെ പാതയിലെ വലിയൊരു വിജയമാണ്. മുളത്തിൽ ശ്രീ എം കെ കുറുവിള അരി, മണ്ണെണ്ണ തുടങ്ങിയ സാധനങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും വാങ്ങി കാളവണ്ടി അംഗങ്ങളുടെ വീടുകളിൽ എത്തിച്ചിരുന്നു. അങ്ങനെ അധ്യാപക സംഘം സ്റ്റോർ കാലത്ത് നിലവിലുണ്ട്. ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ കൂടുതൽ അധ്യാപകർ ഈ കാലഘട്ടത്തിൽ സംഘത്തിൽ അംഗങ്ങളായി മാറിയതും അധ്യാപക സംഘത്തിന്റെ ജനകീയ വളർച്ചയ്ക്ക് കാരണമായി. 4 ദശകങ്ങളായി പ്രസിഡന്റും സെക്രട്ടറിയും കയ്യിൽ കൊണ്ടു നടന്ന ഈ പ്രസ്ഥാനം 1963 ഒക്ടോബർ 1 പുത്തൻപീടിക കെട്ടിടത്തിന്റെ ഒരു വാടക മുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1965 മാർച്ച് 4 ശ്രീ സി ചെറിയ കണിയാൻകുളം പ്രഥമ ക്ലർക്കായി നിയമിതനായി. സംഘത്തിന് ഒരു ഓഫീസിനൊരു ക്ലർക്കുമായതോടുകൂടി ബാങ്ക് ഇടപാടുകൾക്ക് കൂടുതൽ സൗകര്യം ലഭിച്ചു. പണമിടപാടുകളും നിക്ഷേപങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാകണമെന്നുള്ള താല്പര്യം സംഘാംഗങ്ങൾക്കുണ്ടായി. പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം 1965 വാങ്ങിയ 10 സെന്റ് സ്ഥലത്തിൽ ഒരു കെട്ടിടം പണിതു. പിന്നീട് 1966 സ്വന്തം കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റിയതിനു ശേഷം 73 കെട്ടിടം വിപുലപ്പെടുത്തി. 1971 സംഘം റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ വന്നു. 1972 അധ്യാപക സഹകരണ സംഘം അധ്യാപക സഹകരണ ബാങ്കായി ഉയർത്തി. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം വന്നതോടെ സ്ട്രോങ് റൂം നിർമ്മിക്കുന്നതിന് സ്ഥലപരിമിതി ഉണ്ടായതിനാൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് പുതുപ്പള്ളി കവലയ്ക്ക് സമീപം 30 സെന്റ് സ്ഥലം 1978 വിലയ്ക്ക് വാങ്ങി. ശ്രമകരമായ പരിശ്രമത്താൽ 1982 ജൂൺ 11 ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറി. 1986 ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ലഭിച്ചു. 2009 ബാങ്കിനെ അധ്യാപക അർബൻ സഹകരണ ബാങ്ക് എന്ന് നാമകരണം ചെയ്തു. ശതാബ്ദിയുടെ നിലവിലാണ്. നിരവധി പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഈ ബാങ്ക് ഇന്ന് ശാഖോപശാഖകളുള്ള സംസ്ഥാനത്തെ മികച്ച ഒരു അർബൻ ബാങ്കായി പുതുപ്പള്ളിയുടെ തലപ്പൊക്കമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്നു. ഓരോ ഘട്ടത്തിലും ഏറെ ദീർഘവീക്ഷണത്തോടെ ഈ ബാങ്കിനെ വളർത്തി വലുതാക്കിയ മഹാരഥന്മാരായ സാരഥികളുടെയും കർമ്മനിരതരായ ജീവനക്കാരുടെയും സഹകാരികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും നിസ്വാർത്ഥമായ സേവനങ്ങളെ സ്മരിക്കുന്നതിനോടൊപ്പം നമ്മുടെ അഭിമാനമായി നിലകൊള്ളുന്ന ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ കർമ്മ പരിപാടികളോടെ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ കർമ്മ പരിപാടികളും ശതാബ്ദി നിക്ഷേപ വായ്പാ പദ്ധതികളും ആവിഷ്കരിച്ച് ജനകീയ വീതികളിലൂടെ പുരോഗതി കൈവരിക്കുവാൻ ഏവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അധ്യാപക സഹകരണ ബാങ്ക് അതിന്റെ ചരിത്രയാത്ര തുടരുകയാണ്. എന്തെങ്കിലുമൊക്കെ വിഷമം വരുന്ന ഓടി ചെന്ന് പറയാൻ പറ്റുകയും
Yeah.